നമ്മൾ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 7.3 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 7.3യിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. SSS കോൺഫറൻസ് റൂളും അതുപോലെ RHS കോൺഫറൻസ് റൂൾ. അപ്പോൾ SSS കോൺഫറൻസ് റൂൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് വേറൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് SSS കോൺഫറൻസ് റൂൾ എന്ന് പറയാം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അതുപോലെ RHS കോൺഫറൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു 2 റൈറ്റ് ട്രയാങ്കിളിൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് സൈഡും വേറൊരു സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് സൈഡും വേറൊരു സൈഡിനും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ 2 ട്രയാങ്കിളും കോൺട്രൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ആ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, triangle ABC and DBC are 2 isosceles triangles on the same base BC and vertices A and D are on the same side of BC. If AD is extended to intersect BC at P. അപ്പോൾ ഇവിടെ എന്താ ഫിഗർ വരുന്നത്, ABC ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ, ഇതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഐസോസെലസ് ട്രയാങ്കിൾ, അത് D. അതായത് ABC-യും BDEC-യും 2 ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ഈ 2 സൈഡും ഈക്വൽ ആയിരിക്കും, അതുപോലെ ഈ 2 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ. പിന്നെ എന്ത് ചെയ്യുക, ഇത് AD, ഇതിനെ നമ്മൾ ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന P എന്ന പോയിന്റിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിഗറിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ ABD കോൺട്രുവന്റ് ടു ACD. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, triangle ABD congruent to triangle ACD. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ട്രയാങ്കിൾ ABD congruent to ACD. ഈ 2 ട്രയാങ്കിളും കോൺട്രൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? AB ഈക്വൽ ടു AC. അതായത് ഗിവൺ ട്രയാങ്കിൾ ABC and DBC, triangle DBC are isosceles triangles ആണ് ഗിവൺ ആണ്. ABCയും DBC, അതായത് ABCയും DBCയും ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പറയാം, AB ഈക്വൽ ടു AC, അതുപോലെ DB ഈക്വൽ ടു DC. ഇത്രയാണ് നമുക്ക് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ടു പ്രൂവ് triangle ABD congruent to triangle ACD. triangle ABD congruent to triangle ACD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ ഈ 2 ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ADC ഏതൊക്കെയാണ് ഈക്വൽ? AB ഈക്വൽ ടു AC, BD ഈക്വൽ ടു DC, AD ഈക്വൽ ടു AD കോമൺ. 2 ട്രയാങ്കിളും AD കോമൺ ആണ്, സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ് 3 സൈഡ്സ്, അതായത് ഈ ട്രയാങ്കിളിൻ്റെ AB ഈ ട്രയാങ്കിളിൻ്റെ ACക്ക് ഈക്വൽ ആണ്, ഈ ട്രയാങ്കിളിൻ്റെ BD ഈ ട്രയാങ്കിളിൻ്റെ DCക്ക് ഈക്വൽ ആണ്, AD രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഇവിടെ therefore by SSS കോൺഫറൻസ് റൂൾ 3 സൈഡ്സ് ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്. SSS കോൺഫറൻസ് റൂൾ ട്രയാങ്കിൾ ABD കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACD. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ APB കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACB. ട്രയാങ്കിൾ APB കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACP എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABP കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACP. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ എന്തൊക്കെയും ട്രയാങ്കിൾ APB ആൻഡ് BBC, ട്രയാങ്കിൾ APB ആൻഡ് ACP ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? AB ഈക്വൽ ടു AC അല്ലേ, AB ഈക്വൽ ടു AC. ഈ 2 ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള 2 ട്രയാങ്കിൾ APBയിലും APC 2 ട്രയാങ്കിൾ ഇങ്ങനെ ഇതുപോലെ എടുക്കുന്നത്, അതുപോലെ എടുത്ത് ABP ACP. അപ്പോൾ ആ 2 ട്രയാങ്കിളും നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? AB ഈക്വൽ ടു AB, പിന്നെ AP ഈക്വൽ ടു AP, രണ്ടിലും കോമൺ ആയിട്ടുണ്ട് AP എന്ന് പറയുന്നത്. പിന്നെയോ ഈ ആംഗിൾ നമുക്ക് അതിനു മുമ്പ് നമ്മൾ ഈ രണ്ട്
ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഈ ചെറിയ ട്രയാങ്കിൾ എ ബി ഡിയും എ സി ഡിയും കോൺട്രന്റ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. അപ്പൊ ഈ രണ്ട് ആംഗിളും അവിടെ ഈക്വൽ ആണ് ബൈ സി പി സി ഡി. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ബൈ സി പി സി ടി ഓഫ്, ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ ചെയ്ത് ഏതൊക്കെ ട്രയാങ്കിൾ കോൺട്രന്റ് ആവുമ്പോഴാണ്? ആംഗിൾ എ ബി ഡി കോൺട്രന്റ് ടു ആംഗിൾ എ സി, ട്രയാങ്കിൾ എ സി ഡി. അതായത് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി കിട്ടുന്നത്. അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ആണ് കോൺട്രന്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ട് സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും കിട്ടണം. അപ്പൊ ഇവിടെ ഈ ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്ത്. കാരണം ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ബൈ സി പി സി ഡി ഓഫ് ട്രയാങ്കിൾ എ ബി ഡി കോൺട്രന്റ് ടു എ സി ഡി ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ ഏത് റൂളാണ് നമുക്ക് വരുന്നത്? ഈ സൈഡ് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. Therefore by SAS കോൺട്രൻസ് റൂൾ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് SAS കോൺട്രൻസ് റൂളിലാണ് എ പി ബി കോൺട്രന്റ് ടു എ സി പി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ആണ് കോൺട്രന്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. കോൺട്രന്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും റൂൾ അവിടെ ശരിയായിട്ട് കിട്ടണം. അപ്പൊ എ ബി ഈക്വൽ ടു എ സി അറിയാം, എ പി കോമൺ ആണ്. ഈ ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ ആദ്യത്തെ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആയതുകൊണ്ട് അതിന്റെ ഇൻക്ലൂഡ് ആ ആംഗിൾ സി പി സി ടിയിൽ അവിടെ ഈക്വൽ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബൈ SAS കോൺട്രൻസ് റൂൾ ട്രയാങ്കിൾ എ പി ബി കോൺട്രന്റ് ടു എ സി പി. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അതിൽ മൂന്നാമത്തത് പറയുന്നത് എ പി ബൈസെക്സ് ആംഗിൾ എ ആസ് വെൽ ആസ് ആംഗിൾ ഡി. അതായത് എ പി ബൈസെക്സ് ആംഗിൾ എ ആസ് വെൽ ആസ് ആംഗിൾ ഡി. ഇവിടെ നമ്മളിപ്പം ഇതിൽ പറഞ്ഞു ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ആണ്. അതുപോലെ ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്ത ആംഗിൾ ബി എ പി ഈക്വൽ ടു ആംഗിൾ സി എ പി എന്ന് എഴുതാലോ. ഇപ്പൊ നമുക്ക് എ പി ബി കോൺട്രന്റ് ടു എ സി പി ആണ്. ട്രയാങ്കിൾ എ ബി പി കോൺട്രന്റ് ടു എ സി പി ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ട്രയാങ്കിൾ എ ബി പി കോൺട്രന്റ് ടു എ സി പി അല്ലേ? അപ്പൊ അതിൽ നമുക്ക് അതായത് ട്രയാങ്കിൾ എ, ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എ പി ബി, ട്രയാങ്കിൾ എ പി ബി കോൺട്രന്റ് ടു ട്രയാങ്കിൾ എ സി പി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി എ പി ഈക്വൽ ടു ആംഗിൾ സി എ പി ബൈ സി പി സി ടി. ഇപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്തായി? Therefore എ പി ബൈസെക്സ് ആംഗിൾ എ. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്തു. ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പകുതി ഇടുക. ആ രണ്ട് പകുതിയും ഈക്വൽ ആവണം. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബി എ ഡി പകുതി വരെ ആംഗിൾ ബി എ ഡി ഈക്വൽ ടു സി എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആംഗിൾ ബി എ പി സി എ പിക്ക് ഈക്വൽ ആയി അവിടെ. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈക്വൽ ആയാൽ എ പി ബൈസെക്സ് ആംഗിൾ എ. ഇനി നമുക്ക് ഡി ബൈസെക്സ്, അതായത് ആസ് വെൽ ആസ് ഡി എന്ന് പറയുന്നത് എ പി ഡിനെയും ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഇതിലിപ്പോ ഈ ട്രയാങ്കിൾ ബി ഡി പിയിലും സി ഡി പി, ഇൻ ട്രയാങ്കിൾ ബി ഡി പി ആൻഡ് ട്രയാങ്കിൾ സി ഡി പി, ഇതിൽ രണ്ടിലും നമുക്ക് എന്തൊക്കെ കോമൺ ആയിട്ടുണ്ട്? ബി ഡി ഈക്വൽ ടു സി ഡി, ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. അതുപോലെ ഡി പി ഈക്വൽ ടു ഡി പി കോമൺ ആയിട്ടുണ്ട് രണ്ടിലും. പിന്നെ എന്താ? ഈ രണ്ട് ട്രയാങ്കിളും അതായത് എ പി ബിയും എ സി ബിയും കോൺട്രന്റ് ആണെങ്കിൽ ബി പി ഈക്വൽ ടു ബി സി പി സി എന്ന് എഴുതാം. അതായത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. ഈ ട്രയാങ്കിൾ ഇത് രണ്ടും ഈക്വൽ കോൺട്രന്റ് അല്ലേ? എ പി ബി കോൺട്രന്റ് ടു എ സി പി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ബി പി ഈക്വൽ ടു പി സി. അതായത് ട്രയാങ്കിൾ എ പി ബി കോൺട്രന്റ് ടു ട്രയാങ്കിൾ എ സി പി ആയതുകൊണ്ടാണ് അവിടെ ഇത് രണ്ടും ഈക്വൽ ആയി. ഇത് ഈക്വൽ ആയി. അപ്പൊ ഇവിടെ therefore by SSS കോൺട്രൻസ് റൂൾ 3 സൈഡ്സ് ആണ് വരുന്നത്. ബി ഡി പി കോൺട്രന്റ് ടു സി ഡി പി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആയാൽ
നമുക്ക് എന്ത് പറയാ, ആംഗിൾ ബി ഡി പി ഈക്വൽ ടു ആംഗിൾ സി ഡി പി. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത് ബൈ സി പി സി ടി. ആംഗിൾ ബി ഡി പി ഈക്വൽ ടു ആംഗിൾ സി ഡി പി ബൈ സി പി സി ടി. അപ്പോൾ എന്ത് പറയാ, therefore AP bisects angle D. ഇതിൽ നിങ്ങൾ അത്രയും അറിയുണ്ട്, ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ആംഗിളും, അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടി ബി ഡി പി ഈക്വൽ ടു സി ഡി പി. അപ്പോൾ എന്തായി, AP ബൈസെക്സ് ആംഗിൾ ഡി. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, AP ബൈസെക്സ് ആംഗിൾ എ ആസ് വെൽ ആസ് ആംഗിൾ ഡി. നമ്മൾ ആദ്യം ആംഗിൾ എനെ ബൈസെക്ട് ചെയ്തു എന്ന് പ്രൂവ് ചെയ്തു. കാരണം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിളും ബൈ സി പി സി ടി ഈക്വൽ ആയിരിക്കും. എല്ലാ ആംഗിളും സി പി സി ടിയിൽ ഈക്വൽ ആണെങ്കിൽ ഇതിൽ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ AP ബൈസെക്സ് ആംഗിൾ എ. അതുപോലെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ആംഗിൾ ഡി ബൈസെക്സ് AP bisects angle D. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിൽ ഇനി AP is the perpendicular bisector of BC ആണ് ലാസ്റ്റ് ഭാഗം പറയേണ്ടത്. AP is the perpendicular bisector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BP ഈക്വൽ ടു PC ആണ്. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ PP ഈക്വൽ ടു PC. AP perpendicular bisector of BC നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി എന്നും പ്രൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി എന്നും പ്രൂവ് ചെയ്യണം. BP ഈക്വൽ ടു BC എന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു BP ഈക്വൽ ടു PC ആണ്. എങ്ങനെയാണ്, ട്രയാങ്കിൾ APB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACP ആണ്. അപ്പൊ അതിന്റെ CPCT ആണ് PP ഈക്വൽ ടു PC എന്ന് പറയുന്നത്. അതുപോലെ ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ APC. ഇത് CP, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, CPCT. APB കോൺഗ്രുവന്റ് ടു ACP ആയതുകൊണ്ട്. ഇനി നമുക്ക് എന്ത് പറയാം, ലീനിയർ പെയർ. അതിൽ പറഞ്ഞ പോലെ തന്നെ ലീനിയർ പെയർ പറയാം. ആംഗിൾ APB പ്ലസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ APC ഈക്വൽ ടു ലീനിയർ പെയർ 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ കൊടുക്കുക ലീനിയർ പെയർ. പിന്നെ ഇവിടെ ഇത് രണ്ട് ഈക്വൽ ആവുമ്പോൾ 2 ടൈംസ് ആംഗിൾ APB ഈക്വൽ ടു 180. അപ്പൊ APB എന്ന് പറയുന്നത് 180/2 90 ഡിഗ്രി കിട്ടും. 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. AP is the perpendicular bisector. Therefore ഇവിടെ എഴുതാൻ നിങ്ങൾ AP is the perpendicular bisector of BC. അപ്പൊ അതിൽ അത്രയേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി മാത്രമേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ പറയുന്നത് അതിന് ഇത് രണ്ടും ഈക്വലും ആയിരിക്കണം, ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. അത്രയും ഓർമ്മിക്കാം. അപ്പൊ ഇത് രണ്ട് ആംഗിളും നമ്മൾ 90 ഡിഗ്രി കിട്ടി, PP ഈക്വൽ ടു BC എന്നും കിട്ടി. അപ്പൊ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. AP is the perpendicular bisector of BC. AD is an altitude of isosceles triangle ABC in which AB equal to AC. Show that. അതായത് ABC എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ. ABC is an isosceles triangle. Isosceles triangle എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ എന്ന് പറയാം. പിന്നെ AD is an altitude of isosceles triangle. AD ഓൾട്ടിറ്റ്യൂഡ് എന്ന് തന്നിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് തന്നു കഴിഞ്ഞാൽ തന്നെ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് AD എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഇൻ വിച്ച് AB ഈക്വൽ ടു AC. ഷോ ദാറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ AD ബൈസെക്സ് BC. AD ബൈസെക്സ് BC. സെക്കൻഡ് ക്വസ്റ്റ്യൻ AD ബൈസെക്സ് ആംഗിൾ A. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ABC ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. AD ഓൾട്ടിറ്റ്യൂഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഓർമ്മയിൽ വരണം 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂൾ ഏതായിരിക്കും, RHS കോൺഗ്രുവൻസ് റൂൾ. അത് ഇതിന് സൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ ഇപ്പൊ AB ഈക്വൽ ടു AC ഗിവൺ എന്തൊക്കെയാണ്, AB ഈക്വൽ ടു AC. പിന്നെ എന്താണ്, ഇത് 90 ഡിഗ്രി. ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. രണ്ടും ഈക്വൽ ആണ്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയണം RHS ശരിയാവുന്നില്ല. പിന്നെ ആദ്യത്തെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AD ബൈസെക്ട്സ് BC. AD എന്നുള്ള ലൈന് BCനെ ബൈസെക്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. AD ബൈസെക്ട്സ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത്. എന്ത് പറയും? രണ്ട് ആംഗിൾ, ആ പകുതിയിലെ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അതുപോലെ തന്നെ AD ബൈസെക്ട്സ് BC എന്ന് പറഞ്ഞാൽ BD ഈക്വൽ ടു DC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്തത് ടു പ്രൂവ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ അതേപോലെ എഴുതുക. AD ബൈസെക്ട്സ് BC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് പ്രൂഫിൽ ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾ AD ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഇതിൻ്റെ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ACD രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാണ് നമുക്ക് ഈക്വൽ? AB ഈക്വൽ ടു AC, AD ഈക്വൽ ടു AD കോമൺ. പിന്നെയോ ആംഗിൾ അല്ലേ? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC. അപ്പോൾ therefore by RHS congruence rule, RHS congruence rule എന്തായി? ട്രയാങ്കിൾ ABD കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACD. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? BD ഈക്വൽ ടു DC ബൈ CPCT. ഇതെല്ലാം നിങ്ങൾ റീസൺ അല്ല എഴുതണം. ബൈ CPCT ആണ് BD ഈക്വൽ ടു DC. BD ഈക്വൽ ടു DC ആയാൽ therefore AD ബൈസെക്ട്സ് BC. AD ബൈസെക്ട്സ് BC കിട്ടി. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ AD ബൈസെക്ട്സ് ആംഗിൾ A. AD ബൈസെക്ട്സ് ആംഗിൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതും ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കൂലേ? അപ്പൊ നമുക്ക് പറയാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ എഴുതുക. ടു പ്രൂവ് AD ബൈസെക്ട്സ് ആംഗിൾ A എന്ന് എഴുതുക. അതിനുശേഷം ഇതില് അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതിയാമേ? ആംഗിൾ BAD, ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD. അതിന്റെ റീസൺ മാത്രം എഴുതണം. CPCT ബ്രാക്കറ്റിൽ എഴുതുക. ട്രയാങ്കിൾ ABD കോൺഗ്രുവന്റ് ടു ACD. ഏത് രണ്ട് ട്രയാങ്കിൾ ആണ് കോൺഗ്രുവന്റ് ആയിട്ടുള്ളത്? ABDയും ACDയും കോൺഗ്രുവന്റ് ആയപ്പോഴാണ് നമുക്ക് ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിവിടെ എന്തായി? ആംഗിൾ BAD CADക്ക് ഈക്വൽ ആയതുകൊണ്ട് AD ബൈസെക്ട്സ് ആംഗിൾ A. ആംഗിൾ Aനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ therefore AD ബൈസെക്ട്സ് ആംഗിൾ A. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യും. പിന്നെ CPCT തന്നെയാണ്. CPCT വെച്ചിട്ട് നമ്മൾ പറയുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് RHS കോൺഗ്രുവൻസ് റൂൾ ഉപയോഗിക്കണം. RHS കോൺഗ്രുവൻസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞത്. കോൺഗ്രുവന്റ് ആയപ്പോൾ തന്നെ നമുക്ക് സൈഡ്സ് ഈക്വൽ ആയി, ആംഗിളും ഈക്വൽ ആയി. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Two sides AB and BC and median AM of one triangle ABC are respectively equal to sides PQ and QR and median PN of PQR. Show that. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിളിൽ AM ആണ് മീഡിയൻ. AM മീഡിയൻ. ഇനി PQR എന്നുള്ള ട്രയാങ്കിളിൽ PN മീഡിയൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ ABM കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PQN. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PQR. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഇതിൽ ഇൻ ട്രയാങ്കിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ABM ആൻഡ് PQN. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABM ആൻഡ് ട്രയാങ്കിൾ PQN ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്തൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്? AB ഈക്വൽ ടു PQ ഗിവൺ ആണ്. AB ഈക്വൽ ടു PQ നമ്മൾ എഴുതുക ബ്രാക്കറ്റിൽ ഗിവൺ ആണെങ്കിൽ ഗിവൺ എഴുതുക. അതുപോലെ AM ഈക്വൽ ടു മീഡിയൻ രണ്ടിന്റെ ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. AM ഈക്വൽ ടു PN ഗിവൺ. പിന്നെ എന്തൊക്കെയാ ഈക്വൽ? BC ഈക്വൽ ടു QR ആണ്.
അപ്പോൾ ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ ആവുമ്പോൾ ഹാഫ് ഓഫ് ബി സി ഈക്വൽ ടു ഹാഫ് ഓഫ് ക്യു ആർ, രണ്ട് ഈക്വൽ ആയിരിക്കും. ഹാഫ് ഓഫ് ബി സി ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി എന്ന് പറയുന്നത് എന്താണ്? ബി എം. ബി എം ഈക്വൽ ടു ക്യു എൻ. ഇവിടെ മീഡിയൻ ആയതുകൊണ്ട് തന്നെ ബി എം ഈക്വൽ ടു എം സി ആയിരിക്കും, ക്യു എൻ ഈക്വൽ ടു എൻ ആർ ആയിരിക്കും. അപ്പൊ ഇവിടെ ദെർഫോർ ബൈ എസ് 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 കോൺഫിഡൻസ് റൂൾ, മൂന്ന് സൈഡ്സ് ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്. എസ് 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 കോൺഫിഡൻസ് റൂൾ ട്രയാങ്കിൾ എ ബി എം കോൺഫിഡൻറ്റ് ടു ട്രയാങ്കിൾ പി ക്യു എൻ ആയി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കോൺഫിഡൻറ്റ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി രണ്ടാമത്തത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ്? എ ബി സി കോൺഫിഡൻറ്റ് ടു പി ക്യു ആർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഫിഡൻറ്റ് ആയതുകൊണ്ട് ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ പി ക്യു എൻ എന്ന് പറയാൻ കഴിയും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയാൻ കഴിയും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറയാം എ ബി ഈക്വൽ ടു പി ക്യു. എ ബി ഈക്വൽ ടു പി ക്യു ആണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക്? ബി സി ഈക്വൽ ടു ക്യു ആർ അറിയാം. പിന്നെ പറയാം ട്രയാങ്കിൾ ആംഗിൾ എ ബി എം, ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ പി ക്യു എൻ ബൈ സി പി സി ടി. ബ്രാക്കറ്റിൽ എഴുതുക ഈ രണ്ട് ട്രയാങ്കിളും കോൺഫിഡൻറ്റ് ആയാണ്. ട്രയാങ്കിൾ എ ബി എം കോൺഫിഡൻറ്റ് ടു ട്രയാങ്കിൾ പി ക്യു എൻ ആയതുകൊണ്ടാണ് എന്ത് കിട്ടിയത് നമുക്ക്? ആംഗിൾ എ ബി എം കോൺഫിഡൻറ്റ് ടു പി ക്യു എൻ. ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും കോൺഫിഡൻറ്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിളും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ പി ക്യു എൻ. റീസൺ ട്രയാങ്കിൾ എ ബി എം കോൺഫിഡൻറ്റ് ടു ട്രയാങ്കിൾ പി ക്യു എൻ. അതിന്റെ സി പി സി ടി ആണ് ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ പി ക്യു എൻ. ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും. ദെർഫോർ ബൈ എസ് എ എസ് കോൺഫിഡൻസ് റൂൾ ട്രയാങ്കിൾ എ ബി സി കോൺഫിഡൻറ്റ് ടു ട്രയാങ്കിൾസ് പി ക്യു ആർ. അപ്പൊ അത്രയും അതിലുള്ളൂ. രണ്ട് ട്രയാങ്കിളും കോൺഫിഡൻറ്റ് ആണെന്ന് പറയും. എ ബി സി കോൺഫിഡൻറ്റ് ടു പി ക്യു ആർ. ആദ്യത്തേൽ നമുക്ക് എസ് 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 കോൺഫിഡൻസ് റൂൾ ആണ് വന്നത്. രണ്ടാമത്തേൽ നമുക്ക് എസ് എ എസ് കോൺഫിഡൻസ് റൂൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, fourth question, BE and CF are two equal altitudes of triangle ABC. അപ്പോൾ ട്രയാങ്കിൾ ABC ന്റെ ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് ഏതൊക്കെ? BE എന്ന് പറയുമ്പോൾ ഇത് BE ആൻഡ് CF. BE ആൻഡ് CF are ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ BE ആൻഡ് CF are two equal altitudes of triangle ABC using RHS congruence rule. ഇവിടെ അത് തന്നെ പറയുന്നുണ്ട്. RHS congruence rule prove that the triangle ABC is isosceles. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഗിവൺ? അതായത് ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ്സ് നാം തന്നിട്ടില്ല. ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ ഓൾട്ടിറ്റ്യൂഡ്സ്? BEയും CFഉം. അപ്പോൾ BE ഈക്വൽ ടു CF ആണ്. ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ്സിന് ഗിവൺ ആണ്. ഇത് നിങ്ങൾ ഗിവൺ എഴുതിയാൽ മതി. ഗിവൺ ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ്സ്. പിന്നെ എന്തൊക്കെയാണ് ഇത്? അതായത് CF പെർപെൻഡിക്കുലർ ടു AB. CF പെർപെൻഡിക്കുലർ ടു AB ആണ്. BE പെർപെൻഡിക്കുലർ ടു AC. അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പെർപെൻഡിക്കുലർ എന്ന് എഴുതിയത്. CF പെർപെൻഡിക്കുലർ ടു ABയും BE പെർപെൻഡിക്കുലർ ടു AC ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ട്രയാങ്കിൾ ABC ഈസ് ഐസോസെലസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ട്രയാങ്കിൾ ABC ഐസോസെലസ് എന്ന് പ്രൂവ് ചെയ്യണം. ട്രയാങ്കിൾ BFCയും CEBയും ഇൻ ട്രയാങ്കിൾ BFC ആൻഡ് ട്രയാങ്കിൾ CEB. ഈ രണ്ട് ട്രയാങ്കിളിലും BFC CEB ഈ രണ്ട് ട്രയാങ്കിളുകളിൽ കാണും. അതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള? നമുക്ക് BE ഈക്വൽ ടു CF ഗിവൺ ആണ്. ഇവിടെ RHS കോൺഫിഡൻസ് റൂൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് 90 ഡിഗ്രി ആണ്. ഏതൊക്കെ ആംഗിള്? BFC ആംഗിൾ BFC ഈക്വൽ ടു ആംഗിൾ CEB അത് 90 ഡിഗ്രി ആണ്. പിന്നെ BC is equal to BC രണ്ടിനും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എന്തായി നമുക്ക്? therefore by RHS congruence rule triangle
ട്രയാങ്കിൾ ബി എഫ് സി കോൺട്രന്റ് ടു ട്രയാങ്കിൾ സി ഇ ബി. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആയ നമുക്ക് എന്ത് പറയാം, ഈ ആംഗിൾ അതായത് ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. ആംഗിൾ എഫ് ബി സി, therefore ആംഗിൾ എഫ് ബി സി ഈക്വൽ ടു ആംഗിൾ ഇ സി ബി ബൈ സി പി സി ടി. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്തായി, അതായത് ഈ ബേസ് ആംഗിൾ ഈക്വൽ ആണ്. ബേസ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ അതായത് therefore ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആയാൽ എ ബി ഈക്വൽ ടു എ സി. എ ബി ഈക്വൽ ടു എ സി. ഇതിന് റീസൺ ചെയ്ത സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. therefore ABC is an isosceles triangle. അപ്പോൾ അതിൽ അത്രയേ പറയേണ്ടതുള്ളൂ. നിങ്ങൾ ആദ്യം ആ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പറയാം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ്, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ AB ഈക്വൽ ടു AC. therefore ABC is an isosceles triangle. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ABC is an isosceles triangle with AB equal to AC. Draw AP perpendicular to BC to show that angle B equal to angle C. അതായത് ABC isosceles triangle എന്ന് പറഞ്ഞാൽ AB equal to AC. Draw AP perpendicular to BC. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെയാണ് ഗിവൺ? എ ബി സി ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി. പിന്നെ എ പി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. ഈ പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ പി സി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ അത് രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് ഗിവൺ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ പി സി, ഈ രണ്ട് ട്രയാങ്കിളിലും എ പി ഈക്വൽ ടു എ പി കോമൺ ആണ്. പിന്നെ എന്തൊക്കെയാണ് ഈക്വൽ? എ ബി ഈക്വൽ ടു എ സി. പിന്നെ നമുക്ക് എ പി ബി ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ പി സി 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ therefore by RHS congruence rule triangle APB congruent to triangle APC. അത് രണ്ടും കോൺട്രന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി ഈക്വൽ ടു, അതായത് ഇത് രണ്ടും കോൺട്രന്റ് ആയി. ഇത് രണ്ടും കോൺട്രന്റ് ആണെങ്കിൽ അതിലുള്ള എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. therefore നമുക്കിങ്ങനെ പറയാം ആംഗിൾ എ ബി പി ഈക്വൽ ടു ആംഗിൾ എ സി പി. ആംഗിൾ എ ബി പി ഈക്വൽ ടു ആംഗിൾ എ സി പി ബൈ സി പി സി ടി. therefore ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. അതാണ് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 7.3 കഴിഞ്ഞു എക്സസൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്